UDF നടപ്പിലാക്കുന്നു എന്ന വിമർശനം സോഷ്യൽ മീഡിയയിലുള്ളതല്ല. ഈ ഹിന്ദുത്വ മനസ്സുള്ള, പുറത്തവർക്ക് വേറെ പേരുകൾ പലതാണെങ്കിലും ഹിന്ദുത്വ മനസ്സുള്ള ആളുകളാണ് പറയുന്ന കാര്യം. അതായത് മുസ്ലിം ലീഗ് പറയുന്നു കോൺഗ്രസ് നടപ്പിലാക്കുന്നു എന്ന് വെച്ചാൽ, മുസ്ലിം ലീഗ് ഈ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ മത്സരിച്ച എല്ലാ വിഭാഗം മനുഷ്യരോടും വോട്ട് ചോദിച്ച് ജയിച്ച ഒരു പാർട്ടിയാണല്ലോ. ആ പാർട്ടിയോട് അടങ്ങുന്ന ഒരു മുന്നണിയാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്നത്. ആ പാർട്ടി കൂടി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ജനം 102 സീറ്റ് കൊടുത്തത്. അല്ലാതെ UDF ജയിച്ചതിന് ശേഷം വന്നിട്ടല്ലല്ലോ മുസ്ലിം ലീഗ് ചേർന്നു. മുസ്ലിം ലീഗിൻ്റെ പ്രധാനികളും അണിനിരുന്ന പോസ്റ്ററുകൾ റോഡിൽ ഒട്ടിച്ച് വെച്ചിട്ടാണ് UDFന് 102 സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് ജനങ്ങൾ എടുത്ത തീരുമാനമാണ്. അതിനുശേഷം ആര് വന്നിട്ട് വലിയ ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം ഈ ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം UDFൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ എറണാകുളം ജില്ല വിഭജിക്കുന്നത് എനിക്ക് വേദനയുണ്ട്, പക്ഷേ വിഭജിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്നു. സർക്കാർ അതിനുവേണ്ടി കമ്മീഷനെ വെക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അത് പോസിറ്റീവായി ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ആരെങ്കിലും അതിനെ എതിർത്ത് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. കാരണം എന്താണ്? വിഭവങ്ങളുടെ തുല്യമായ വിതരണത്തിന് ജില്ലാ വിഭജനം പോലെയുള്ള പരിപാടികൾ ആവശ്യമുണ്ട് എന്ന ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഡിസ്കഷൻ നമ്മൾ കാണുന്നു. കാരണം അദ്ദേഹം വിഭജിക്കുമെന്ന് പറഞ്ഞത്, രണ്ടാകുമെന്ന് പറഞ്ഞത് എറണാകുളം ജില്ലയാണ്. മൂവാറ്റുപുഴയുടെ പേരിൽ പുതിയ ജില്ല ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആർക്കും പ്രയാസമൊന്നുമില്ല. കാരണം 2011 നമ്മൾ സെൻസസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഹിന്ദു ജനവിഭാഗമാണ് അവിടെ കൂടുതൽ. 45% എബോ അവരാണ്. എൻ്റെ ഹിന്ദു ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് ഒരു 35 എബോ അടുത്തുണ്ട്. അതവരാണ്. മുസ്ലിങ്ങൾ അതിലും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ ഒരു ഡെമോഗ്രഫി ഉള്ള സ്ഥലത്ത് ഒരു വിഭജനാലോചന നടക്കുന്നത് ആരെയും, പ്രത്യേകിച്ച് ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ പ്രശ്നമുള്ള ആൾക്കാരെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം സർക്കാരിനോട് ഇതാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ ജനസംഖ്യയുടെ വർധന, ഇപ്പം മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറത്ത് ഏതാണ്ട് 40-50 ലക്ഷം ആൾക്കാരുണ്ട്. ബാക്കി ജില്ലകളിൽ ടോട്ടൽ ശരാശരി എടുത്താൽ 20 ലക്ഷത്തിൽ താഴെയാണ്. വലിയ 15 ലക്ഷം. 15 ലക്ഷം. അപ്പോൾ ശരാശരി ഒരു 15 ലക്ഷത്തിൻ്റെ 20ൻ്റെ ഇടയിലാണ് ശരാശരി. അപ്പോൾ വലിയ അന്തരമാണ്. അപ്പോൾ ഈ അന്തരം നമ്മുടെ കൺമുന്നിൽ നിൽക്കെ വിഭജനം എന്നൊരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട ജില്ല ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറത്തെക്കുറിച്ച് എന്താണ് UDF മിണ്ടാത്തത്? മുഖ്യമന്ത്രി പറയണ്ടേ മലപ്പുറം അടക്കമുള്ള ജില്ല ഞങ്ങൾ വിഭജിക്കാൻ പോവാണ്. അതിനുള്ള ആംബിയർ കൂടി ഉണ്ടാവണം, പൊളിറ്റിക്കൽ ആംബിയർ. ഇതിപ്പോൾ സേഫാണ്. ഏത്? ഞങ്ങൾ എറണാകുളം പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ജില്ല വേണമെന്നൊരാവശ്യം ഉണ്ട്. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ഞങ്ങൾ പരിഗണിക്കും. എന്നാലും മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള ആവശ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്, ഞങ്ങളത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രി ഒരു അഡ്മിനിസ്ട്രേറ്റർ നിലയ്ക്ക് അദ്ദേഹത്തിന് മുമ്പിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് അദ്ദേഹം എടുക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം പറയേണ്ടത് മലപ്പുറം അടക്കമുള്ള ജില്ലകളുടെ വിഭജനമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ടയാണ്, അല്ലെങ്കിൽ ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. വേണമെങ്കിൽ വേറെ അർത്ഥത്തിലാണ് എടുക്കാം. കുറച്ച് ക്രൂക്കഡായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് അങ്ങനെയാണല്ലോ. അതായത് ആൾ കൂടുതലുള്ളതുകൊണ്ട് ജില്ലകൾ വിഭജിക്കേണ്ടി വരുന്നു. എറണാകുളം ജില്ല വിഭജിക്കേണ്ടതുണ്ട്. ആർക്കും ഒച്ച വയ്ക്കാൻ പറ്റത്തില്ല. ശശികല ടീച്ചർക്കും ഹിന്ദു ഐക്യവേദിക്കൊന്നും ഒച്ച വയ്ക്കാൻ പറ്റില്ല. അവർ സ്ട്രാറ്റജി എടുക്കുകയാണ്. എന്താ വിഭജിക്കുന്നത്? ആളുകളുണ്ട് വിഭജിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞാൽ അവരെ എന്താണ് സ്ട്രാറ്റജിക്കലി ലോക്ക് ചെയ്യാനുള്ള രാഷ്ട്രീയക്കാരുടെ ആലോചനയും ഒരു പക്ഷേ അതിനകത്തുണ്ടാവാം. ആദ്യം PMS റിയാക്ട് ചെയ്തപ്പോൾ അത് തന്നെയാണ്. ജനസംഖ്യാനുപാതികമായി എല്ലാ ജില്ലകളിലെയും അങ്ങനെ വിഭജിക്കണമെന്ന് പറയുന്നു. അപ്പോൾ മലപ്പുറത്തിൻ്റെ കാര്യം അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു സ്ട്രാറ്റജി അതിനകത്തുണ്ടാവാം. മലപ്പുറത്തിൻ്റെ കാര്യം ആദ്യം പറയാതെ നെയ്യാറ്റിൻകര ജില്ല ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരും ഇറങ്ങത്തില്ലല്ലോ. അതിനുശേഷം മൂവാറ്റുപുഴ ഇറങ്ങത്തില്ലല്ലോ. അതിനുശേഷം മലപ്പുറം പറയാം. പക്ഷേ അത് നിങ്ങൾ മലപ്പുറം എപ്പോൾ പറഞ്ഞാലും ഇറങ്ങേണ്ട ആൾക്കാരെ ഇറങ്ങും. കാരണം അതിനുശേഷം PMS പറഞ്ഞിട്ടുള്ള സംഗതികൾ മാത്രം എടുത്തു വെച്ച് ഹിന്ദു ഐക്യവേദിക്കാർക്ക് ഇപ്പോൾ ഓൾറെഡി ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സർക്കാർ ആത്മാർത്ഥമായിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ, വളരെ ജെന്യുവനായിട്ടുള്ളൊരു സമീപനമാണെങ്കിൽ കേരളത്തിൽ ആദ്യം വിഭജിക്കേണ്ട ജില്ല മലപ്പുറമാണ്. 40-50 ലക്ഷം ആൾക്കാരുള്ള ഒരു ജില്ല. കാരണം എന്താണ്? എല്ലാ ജില്ല ഒരു മെഡിക്കൽ കോളേജ് നമ്മൾ കൊടുക്കുന്നതിനാണ്. ഒരു ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജാണ്. മലപ്പുറത്തിന് ഒരു മെഡിക്കൽ കോളേജേ ഉള്ളൂ. അതിൻ്റെ അവസ്ഥ നമുക്കറിയാം എന്താണെന്ന്. അപ്പോൾ ഈ പറയുന്ന ആരോഗ്യരംഗത്തെ, വിദ്യാഭ്യാസ രംഗത്തെ, പലതരത്തിലുള്ള സർക്കാർ സർവീസുകളുടെ രംഗത്തെ നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാണ്. ഏറ്റവും വലിയ അനുപാതരാഹിത്യം അനുഭവിക്കുന്ന, അനീതി അനുഭവിക്കുന്ന ജില്ലയാണ് മലപ്പുറം. ഒരു തർക്കവും അതിലില്ല. അതിൻ്റെ ഡാറ്റ പരിശോധിക്കുന്ന ആർക്കും അറിയാൻ പറ്റും. ഗവൺമെൻറ് ആ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ആദ്യം പറയണത് മലപ്പുറം അടക്കമുള്ള ജില്ലകളെ ഞങ്ങൾ വിഭജിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ്. അതിന് ഈ ഓരിയിടുന്ന ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള രാഷ്ട്രീയമായൊരു കൃത്യതയും ധൈര്യവും കാണിക്കണം. അത് കാണിക്കാതെ മൂവാറ്റുപുഴയുടെ കാര്യം പറയുമ്പോൾ എനിക്കെന്തോ പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നുന്നില്ല എന്ന് പറയുന്നത്.